ഫ്ലാഷ് ബാക്ക്. എല്ലാവരും സിനിമ എടുക്കാണ്, താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ്. അവര് എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. ഈ വിവരമില്ലാത്തൊരു മുകളിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളത്. അല്ല, നിയന്ത്രണം കൊണ്ടുവരും. ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല. തീർന്നില്ലേ? തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. പൊതുവാഴ്ച ഏറ്റിട്ടാ പ്രദർശിപ്പിക്കില്ല. അത് തന്നെ നീയാണല്ലോ കോടതി. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത്? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു റൈറ്റ്. അല്ല, നിയന്ത്രണം കൊണ്ടുവരും. ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തിവെക്കേണ്ടി വരും. ഒരുപാട് പറയണില്ല അറിഞ്ഞു അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കണത്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഇതെൻ്റെ അവകാശം, എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. അതിനത് ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. ഒത്തില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. എന്നാ ചാടിക്കും.